CPM നേതൃത്വം കൂടി അതൃപ്തി പരസ്യമാക്കിയതോടെ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വരുമെന്ന് ഉറപ്പാവുന്നു. അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയേക്കുമെന്നുള്ള വിവരം വരികയാണ്. പകരം ചുമതല ADGP H വെങ്കടേഷിന് നൽകാൻ നീക്കമുണ്ട്. അജിത് കുമാറിന്റെ അവധി നീട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം. റിനു ശ്രീധരാണ് വിവരങ്ങളുമായത്. റിനു, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. MR അജിത് കുമാർ അവധി നീട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? തീർച്ചയായും സ്മൃതി, ഇത്രയും ഒരു ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കീഴിൽ വെച്ചുകൊണ്ടു പോകുന്നതിലുള്ള അതൃപ്തി ഘടകകക്ഷികൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം, എം പി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ അദ്ദേഹം ഈ മാസം 14-ാം തീയതി മുതൽ 4 ദിവസത്തേക്ക് അദ്ദേഹം ലീവിന് അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ മാസമേ നൽകിയ അപേക്ഷയാണ്. ആ അപേക്ഷയിന്മേൽ അദ്ദേഹത്തിന് 4 ദിവസം അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അവധി നീട്ടാനാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം ഇന്നലെ രാത്രിയോടുകൂടിയാണ് DGPയും അതുപോലെ തന്നെ H വെങ്കടേഷ് ADGP ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ലീവ്, അതായത് 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ അദ്ദേഹം ലീവ് എടുത്തിരിക്കുന്നു. ഈ 4 ദിവസത്തെ ലീവ് നീട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി. പകരം ചുമതലയായി, അതായത് ക്രമസമാധാനത്തിൻ്റെ ഒരു പകരം ചുമതല ADGP ക്രൈം ADGP ആയിട്ടുള്ള H വെങ്കടേഷിന് നൽകുവാനും തീരുമാനിച്ചിരിക്കുന്നു. H വെങ്കടേഷും അതുപോലെ തന്നെ R ശ്രീജിത്ത് എന്നീ 2 പേരുകളാണ് മുന്നിലേക്ക് വന്നത്. പക്ഷേ R ശ്രീജിത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹത്തിന് ഇതിന് തയ്യാറല്ല, അല്ലെങ്കിൽ അദ്ദേഹം പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ക്രൈം ADGP ആയിട്ടുള്ള H വെങ്കടേഷിന് ചുമതല നൽകുന്ന ഒരു കാര്യവും ഇപ്പോൾ പരിഗണനയിലുണ്ട്. ഇതു സംബന്ധിച്ചുള്ള ഒരു ഓർഡർ ഇന്നോ നാളെയോ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നോ നാളെയോ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നു. ആ തീരുമാനം പാർട്ടിയിൽ നിന്നും ഇരുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ, മുന്നണിയിൽ നിന്നും ഇരുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ, അതോ DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ? എന്താണ് മനസ്സിലാക്കാനാകുന്നത് റിനു? സ്മൃതി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, ഒപ്പം RSS നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. 2 RSS നേതാക്കളെ, അതായത് BJP RSS നേതാക്കളെ 3 തവണയായി ADGP സന്ദർശിച്ചു എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം മുഖ്യമന്ത്രിയുടെ കയ്യിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചതാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റുവാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നെ എന്തിന് ഇപ്പോൾ ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു ചർച്ചയുണ്ട്. അത് CPMനെയും LDFനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. കാരണം അത്തരമൊരു ചോദ്യം ഉയർന്നു വരികയും ചെയ്യും. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം അത്തരമൊരു സംശയം ഉന്നയിച്ചതാണ്. കാരണം 4 വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിന്മേലുള്ള ഒരു നടപടി അത് പുഴുത്തി വെച്ചുകൊണ്ട് അത് നടപടിയിലേക്ക് പോയില്ല. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് സൃഷ്ടിച്ചു. അതേ ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ MR അജിത് കുമാറിനെതിരെ ADGPക്കെതിരെ കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടി. മുഖ്യമന്ത്രി അത് പരിശോധിച്ചിരുന്നു. DGPക്കും അത് കിട്ടിയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ അത്തരമൊരു നടപടിയിലേക്ക് പോയില്ല. ഇപ്പോൾ ആ ഒരു വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ADGPയോട് വിശദീകരണം ചോദിച്ചിരുന്നു. വിശദീകരണം എഴുതി നൽകുകയും ചെയ്തിരുന്നു. RSS നേതാവിനെ തൃശ്ശൂരിൽ വെച്ച് കണ്ടു എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയ കേരളത്തിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം CPMന് എതിരെ തീർത്തു എന്നുള്ളതും യാതൊരു സംശയവുമില്ല. ഈ ഒരു പ്രതിരോധം വന്നതിന് ശേഷമാണ് ഇന്നലെ വലിയ DGPയുമായി അടക്കം മുഖ്യമന്ത്രി ചർച്ച ചെയ്യുകയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ശക്തമായൊരു നടപടിയിലേക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ അവധി നീട്ടിക്കൊണ്ട്, അതായത് 14 മുതൽ 17 വരെയുള്ള അവധി തുടർ ദിവസങ്ങളിലേക്കും നീട്ടുവാനുള്ള ഒരു നിർദ്ദേശം നൽകി. പകരം ചുമതലയായി ADGP H വെങ്കടേഷിന് ആ ചുമതല നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ. എങ്കിൽ പോലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. ക്രമസമാധാന
ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ പ്രാഥമിക ഒരു അന്വേഷണ റിപ്പോർട്ട് DGP കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയി ഇരിക്കുന്നത് എന്നുള്ള ഒരു വിവരമുണ്ട്. കാരണം ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ കണ്ട ഒരു സംസ്ഥാന സർക്കാരിനൊരു നടപടിയിലേക്ക് പോകുവാൻ വേണ്ടി കഴിയില്ല. കൃത്യമായി അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ആ ഒരു നടപടിയിലേക്ക് നീങ്ങുക. അതുകൊണ്ട് തന്നെ DGPയിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുവാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. സ്മൃതി, റിനു, ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതിയിൽ ADGPയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളുണ്ട്. അതിൽ SP-യുമായി ബന്ധപ്പെട്ട് പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കൊപ്പം അതിനൊക്കെ കൂടെ നിന്നിട്ടുള്ളത്, അതിന് നേതൃത്വം വഹിച്ചത് ADGP-യാണ് എന്നുള്ളതാണ്. അതിൽ കൊലപാതകം എന്ന ആരോപണമുണ്ട്. അതുകൂടാതെ സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, അതിനുള്ള പിന്തുണ നൽകൽ തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. ആ വിഷയത്തിൽ SIT അവിടെ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ RSS കൂടിക്കാഴ്ച, ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ വലിയ രൂപത്തിൽ പ്രതിപക്ഷം എടുത്തുകൊണ്ടുവന്നത്. ഇപ്പോൾ നേരത്തെ ഉയർന്ന അൻവർ കൊണ്ടുപോയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന SITക്ക് DGP നിർദ്ദേശം നൽകിയെന്ന വാർത്ത കൂടി നേരത്തെ പുറത്തു വരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ RSS കൂടിക്കാഴ്ചയിൽ നടപടിയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരം കലക്കിയിരിക്കുന്നു. തൃശ്ശൂർ BJPക്ക് കൊടുത്തതാണ് CPIM. അങ്ങനെ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നപ്പുറത്ത് കോൺഗ്രസ് അതിശക്തമായി ആരോപിക്കുമ്പോൾ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല, ഞങ്ങളല്ല ഇത് പരിശോധിക്കേണ്ട, ആഭ്യന്തര വകുപ്പാണ് എന്ന പാർട്ടി കൃത്യമായി കൈകഴുകുമ്പോൾ പൂർണ്ണമായും ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിലേക്ക് വരികയാണ്. അപ്പോൾ അതിന്മേലുള്ളൊരു നടപടി മറ്റാരോപണങ്ങളിലല്ല, ഈ RSS കൂടിക്കാഴ്ച എന്നൊരൊറ്റ വിഷയത്തിലുള്ള നടപടി എന്ന നിലയ്ക്കാണോ ഇത് നമ്മൾ കാണേണ്ടത്? കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുക എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല സാധാരണഗതിയിൽ വരിക. തീർച്ചയായും സ്മൃതി, ആദ്യഘട്ടത്തിൽ അത്തരമൊരു നടപടി കൈക്കൊള്ളുക എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് DGPയെ നിയോഗിച്ച അല്ലെങ്കിൽ DGPയുടെ നേതൃത്വത്തിൽ ഒരു 5-അംഗ സംഘത്തിന് ADGPക്കെതിരെ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും തീരുമാനിക്കുകയും ചെയ്തത്. DGPയുടെ നേതൃത്വത്തിൽ ആ PV അൻവറിൻ്റെ ആരോപണത്തിന്മേൽ അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നു. ഇന്നലെ PV അൻവറിന്റെ മൊഴി തന്നെ തൃശ്ശൂർ ADGPയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ IG-യുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഇത്തരം ഒരു വാർത്ത ഉയർന്നു വരുന്നത്. RSS നേതാക്കളുമായി BJP നേതാക്കളുമായി ADGP 3 തവണ രഹസ്യ സന്ദർശനം നടത്തിയിരുന്നു. വാർത്തയിൽ കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്.